എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ ചെയ്യാറുണ്ട്. 1 നൈറ്റ് 2 നൈറ്റ്സ്. ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോവാറ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലാനായിരുന്നു എനിക്കൊരു ചെറിയ സർപ്രൈസ് തരണമെന്ന്. നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്ത് ചെറിയൊരു പാർട്ടി പോലെ നടത്തിയായിരുന്നു. സെക്കൻഡ് വന്നപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, വലിയ പരിപാടിയൊന്നും വേണ്ട, ചെറിയ രീതിയിൽ നമ്മൾ മാത്രം മതിയെന്ന്. അങ്ങനെ പുള്ളി ഡിസൈഡ് ചെയ്ത് പുള്ളി തന്നെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ പുള്ളി എന്നെയും കൊണ്ട് പോകുന്നത്, ഞാൻ അറിയുന്നതും ഒക്കെ. ഞങ്ങൾ ആദ്യം ഈ വാട്ടർഫോൾസ് കാണാനാണ് പോയത്. ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ അത് ഞാൻ ഈ വീഡിയോയുടെ എവിടെയെല്ലാം ഇട്ടേക്കാം. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകും തോറും നമ്മൾ നനഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ വീഴുന്ന അനുസരിച്ച് നമ്മുടെ ദേഹത്തോട്ട് തെറിക്കുന്നുണ്ട് നന്നായിട്ട്. അതിൻ്റെ കൂടെ മഴയുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. എനിക്ക് ഈ പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, ഇനിയുള്ള വാട്ടർഫോൾസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് പോവാമെന്ന്. ഇവിടുത്തെ ആ മഞ്ഞും കാറ്റ് എല്ലാം ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഇന്നത്തെ രാത്രി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അച്ചാച്ചനൊരു പോട്ട് സ്റ്റേ ആയിരുന്നു ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അകത്തേക്ക് കയറുമ്പോൾ ഇറ്റ്സ് സോ ക്ലീൻ ആൻഡ് നീറ്റ്. നമുക്ക് ഭയങ്കര കോസി ആയിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു ലിവിങ് റൂം സ്പേസ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, അവർ ഫ്രഷ് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ നിന്നുള്ള വ്യൂ അടിപൊളി. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഫാം ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. നല്ല വെളിച്ചം ഉള്ളിലേക്ക് പുറത്തുനിന്ന് വരുന്നുണ്ട്. നമുക്ക് സൺറൈസും സൺസെറ്റും ഉള്ളിൽ നിന്ന് പുറത്തും എവിടെ വേണേലും ഇരുന്ന് കാണാൻ പറ്റും. രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എല്ലാം ക്ലിയറായി, നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കിനും കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ എസ്തെറ്റിക് ഷോട്ട്സ് നിങ്ങളുടെ കണ്ണിനൊരു കുളിർമയാകാൻ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നത് കാണുമ്പോൾ തന്നെ. പുറത്ത് എനിക്ക് തോന്നുന്നു 2 സീറ്റിംഗ് ഏരിയയുണ്ട്. ഒന്ന് ഈ കാണുന്നതും ഒന്ന് തൊട്ട് പുറകിലുമായിട്ട് ലൈക്ക് ബാർബിക്യൂ പോലെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെറുതായിട്ട് സെറ്റിലായ സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ കാപ്പി ഇട്ട് തന്നെ തുടങ്ങാം അല്ലേ? അവർ പ്രൊവൈഡ് ചെയ്ത കാപ്പിയും പാലും പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി തിളപ്പിച്ച് ഞാനൊരു കാപ്പി അങ്ങ് ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു കുഞ്ഞ് സർപ്രൈസ് തന്നായിരുന്നു. എനിക്ക് ഒരു ബൊക്കെയും ഒരു കാർഡും ഒരു കുഞ്ഞ് കേക്കുമായിട്ടാണ് സാറ് വന്നത്. ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് പതുക്കെ ഞങ്ങൾ അടുത്തുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ പോയി. ഇതിപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് ഒരു 1-2 ആഴ്ച ആയതുകൊണ്ട് ഇത് എന്താ ഓർഡർ ചെയ്തതെന്നൊന്നും ഞാൻ സത്യം പറഞ്ഞ് ഓർക്കുന്നില്ല. എന്തുവാണെങ്കിലും അതൊരു മിക്സ്ഡ് ഗ്രില്ലായിരുന്നു വിത്ത് ചിക്കൻ പനീർ ആൻഡ് മട്ടൺ. ഫുഡ് കഴിച്ച് വയർ നിറഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് പോയി കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. Until then, see you later. Bye bye.